പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ US സംയുക്ത സേനയുടെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഉടലെടുത്ത യുദ്ധസമാന സാഹചര്യം മലപ്പുറം ജില്ലയിലെ പ്രവാസികൾക്കിടയിലും അവരുടെ കുടുംബങ്ങൾക്കിടയിലും കനത്ത ആശങ്ക പടർത്തുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു വിഭാഗം മലപ്പുറം ജില്ലക്കാരായതിനാൽ ഈ പ്രതിസന്ധി ജില്ലയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചത് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി. ശനിയാഴ്ച കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വിമാനങ്ങൾ സർവീസ് നിർത്തിവെച്ചതോടെ യാത്രയ്ക്കായി എത്തിയവർക്ക് നിരാശയോടെ മടങ്ങേണ്ടി വന്നു. റമളാൻ പ്രമാണിച്ച് നാട്ടിലേക്ക് വരാൻ കാത്തിരുന്നവരും അവധി കഴിഞ്ഞ് ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ തയ്യാറെടുത്തവരുമാണ് ഇതോടെ കുടുങ്ങിയത്. പലരും ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ്. പ്രവാസികളുടെ സുരക്ഷയോർത്ത് നാട്ടിലെ കുടുംബങ്ങൾ ആകാംക്ഷയോടെയാണ് ഓരോ നിമിഷവും കഴിച്ചുകൂട്ടുന്നത്. പ്രവാസികൾ വീഡിയോ കോളുകളിലൂടെയും മറ്റും വീട്ടുകാരെ വിളിച്ച് തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നുണ്ട്. ഈ യുദ്ധഭീതി അവസാനിപ്പിക്കാൻ ലോക നേതാക്കളുമായി ഇന്ത്യ അടിയന്തരമായി ആശയവിനിമയം നടത്തണമെന്ന് പാണക്കാട് സാദിഖൽ ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. പ്രവാസികൾ ഇപ്പോൾ തങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ സുരക്ഷിതരാണെങ്കിലും അടിയന്തരമായ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങണമെന്നാണ് പ്രവാസികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഏക പ്രാർത്ഥനയും ആവശ്യവും. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ